അതെ, നമുക്കിന്ന് പയറില കൊണ്ടൊരു ഉപ്പേരി വെച്ചാലോ. കർക്കിടക മാസമൊക്കെ അല്ലേ, ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വീട്ടിൽ തൊടിയിൽ നിറയെ പയറിൻ്റെ ഇല ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിന്നൊരു ഉപ്പേരി ഉണ്ടാക്കാം. നല്ല തളിരിലകൾ നോക്കിയിട്ട് ഞാനൊക്കെ നുള്ളി എടുത്തിട്ടുണ്ട്. ഈ ഇലകൾ നുള്ളി എടുത്താലാണ് പെട്ടെന്ന് കായ്ക്കുള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ ഇലകൾ കുറേ നുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കുന്നുണ്ട്. കാരണം അതിൽ ചെറിയ പ്രാണികളും പുഴുക്കളൊക്കെ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞെടുത്തപ്പോൾ ഒരുപാട് ഇലകളുണ്ട്. പക്ഷേ ഇത് ഉപ്പേരി വെച്ച് വരുമ്പോൾ ആകെ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് എന്താ വേണ്ടതെന്നുള്ളത് നോക്കാം. തേങ്ങയും ചീനമുളക് വീട്ടിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ മുളകും കൂടി ഇട്ട് കൊടുത്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവണം. പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വെച്ച് വേവിക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇതായി പോകും. അപ്പോൾ നമുക്കത് ആവിയിൽ തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കി നോക്കൂ എത്രയേ ഉള്ളൂ നമ്മളുടെ ഇല എന്നുള്ളത്. അപ്പോൾ അതിൽ വെള്ളം വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളം കൂടി നമുക്കൊന്ന് വറ്റിച്ച് കളയണം. അതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മളെ തേങ്ങ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എല്ലായിടത്തേക്കും ആ തേങ്ങ എത്തണം കേട്ടോ. എന്നാലാണ് അത് ഇതാവുള്ളൂ. കാരണം ഇല ഒന്നാകെ കട്ട പിടിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലി നമ്മളുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാട്ടോ ഇത് കഴിക്കാനും. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഞാൻ ഇതുപോലുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കേട്ടോ.